ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ബീച്ചിൽ വന്നിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഡ്രസ്സില്ല. അപ്പം നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഷോപ്പിൽ കയറിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇവിടെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട്. ടാറ്റു അടിക്കുന്നുണ്ട്, ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ചീപ്പ് റേറ്റാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് അടിച്ചത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുത്തത്. ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരുപാട് ഡ്രസ്സുകൾ നോക്കി കേട്ടോ. എല്ലാം ഇഷ്ടമായി, അഫോർഡബിൾ ആണ്. ഒരു 300-400 ആ ഒരു റേഞ്ചിലാണ് അവിടുത്തെ എല്ലാ ഡ്രസ്സും വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ കാറിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ കേട്ടോ. നല്ല വെയിലാണ്, എന്തായാലും കറുത്ത് കരിക്കട്ടായി പോകും അവിടുത്തെ വെയിൽ. അപ്പോൾ നമ്മൾ കുറേ സൺസ്ക്രീനൊക്കെ വാരി പൊത്തുന്നു കേട്ടോ മേത്ത്. ഫുള്ള് തന്നെയായിരുന്നു. ഫുൾ സൺസ്ക്രീനൊക്കെ തേച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, അത് മാത്രമല്ല ലിപ്സ്റ്റിക്ക് സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ പോവാണ് കേട്ടോ. അതിനിടയ്ക്ക് എന്തൊക്കെയോ കോമഡി പറയുന്നുണ്ട്, അങ്ങനെ. അപ്പോൾ ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഈ ഒരു ബ്ലാക്ക് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഇന്നർ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ആദ്യം തന്നെ ഒരു ഐസ്ക്രീം കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ കുറേ നേരം ഇങ്ങനെ പോയിട്ട് നമ്മളൊരു സൺഗ്ലാസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ സൺഗ്ലാസ്സൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരെണ്ണമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് കുറച്ച് റേറ്റ്